ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ ഞെട്ടിക്കാനുള്ളതാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മൾ സ്റ്റെയറുകൾ ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കും അതെല്ലാം അതിനകത്തുണ്ട്. മെയിൻ ഡോർ കുറച്ചുകൂടി കളർഫുൾ ആയിട്ടിരിക്കുകയാണ്. ടൈലാണ്, നമ്മൾ ഒരു ഡീസല്ല നെറ്റ് ബോൾട്ട് സിസ്റ്റത്തിലാണ് ഇതെല്ലാം. അയച്ചെടുക്കണ്ട ചെതല് വന്ന മരം വീടിനകത്ത് വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. വീടിന്റെ ഒരു എക്സ്റ്റീരിയറിൽ ഒരു കൊളോണിയൽ ടച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കോളത്തിലും അതുപോലെ ഈ ഒരു ഏരിയയിലുള്ള ഡിസൈനിലാണ്. ഇതിൽ ഗ്ലാസ് മൈക്കാണ് കാണാം. ഞെട്ടിപ്പോകുന്ന ഒരു ആംബിയൻസ് കളർ സ്കീം വേറെ ലെവലാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ മേലെ ഞാൻ ഒന്ന് പേടിച്ച് അതിൽ കയറാതെ ഇരുന്നതാണ്. അത് ഒരാൾക്ക് വെയിറ്റ് താങ്ങും, കിടക്കാം. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്റ്റെയർ ഇങ്ങനെ കാണാം, അതിന്റെ മേലെ ഒരാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. സൈഡിൽ ഈ വിൻഡോ ഒരു അട്രാക്റ്റീവ്. ഇത് ബാത്റൂമിലേക്കുള്ള ഇങ്ങനെ ഒരു ആവശ്യകത ഉണ്ടോ എന്ന്. ഇതില് ഞാനൊന്ന് ഇതിനകത്ത് കൂടെ ഒന്ന് നോക്കട്ടെ. വാതിലൂടെ നോക്കിയാൽ മെയിൻ ഡോർ വരെ നമുക്ക് കാണാൻ പറ്റൂലേ? ഡോറില്ല, കർട്ടനാണ്, നെറ്റ് കർട്ടൻ. ചിമ്മിനിയാണ് മറ്റൊരു അത്ഭുതം. നീളത്തിലുള്ള ഒരു ചിമ്മിനി. എത്ര മീറ്റർ കൊടുത്തിട്ടുണ്ട്? ഹായ് ഫ്രണ്ട്സ്, വീട് നിർമ്മിക്കാനിരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഏത് മോഡൽ വീട് പണിയണമെന്നുള്ളത്. അതിൽ തന്നെ മോഡേൺ ആയിട്ടുള്ള വീടുകളാണെങ്കിലും ക്ലാസിക്കൽ സ്റ്റൈലാണെങ്കിലും കണ്ടംപററി ആണെങ്കിലും ഇങ്ങനെ വ്യത്യസ്ത ഐഡിയകൾ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ വീട് നിർമ്മിക്കാൻ നമുക്ക് ആർക്കിടെക്ട്സിന് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കാര്യം തന്നെയാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ 4000 സ്ക്വയർ ഫീറ്റുള്ള വീട് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. വെറുതെ പറയുന്നതല്ല, വിശാലതയും അതുപോലെ കളർഫുളും ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള വീട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിലാണ്. ഫറൂഖിൽ എഞ്ചിനീയർ ആരിസ്കയാണ് മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് 7 ബെഡ്റൂമും 10 ബാത്റൂമും ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത്. പുതിയ മെറ്റീരിയലുകളും പുതിയ മോഡലുകളും പുതിയ വീഡിയോ ഐഡിയകളൊക്കെയാണ് നമ്മുടെ പേജിലും വരുന്നത്. അതിനെ ഒന്നും കൂടെ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വീട് തന്നെയായിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലും ഉണ്ട്. ഡെക്കോർ ഡിസൈൻ്റെ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വലിയൊരു ഗേറ്റ് ഏരിയ ഉണ്ട്. ഗേറ്റിൻ്റെ ഡിസൈൻ സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതാ ബ്ലൂ കളറിലേക്കാണ് കൊണ്ടുവന്നത്. മെറ്റലിലാട്ടോ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിനകത്ത് സെൻറ്ററിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ടൈലുകളാണ്. നമുക്കറിയാം ഫ്ലോറിംഗ് ടൈലുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് എക്സ്ട്രാ പീസുകളൊക്കെ ഉണ്ടാവും. എന്നാൽ ആ ഒരു ഐഡിയ കീപ്പ് ചെയ്തുകൊണ്ട് ഇത് ചെയ്തിരിക്കുകയാണ്. ഫ്രെയിമിൽ നല്ല CNC വർക്കും വന്നിട്ടുണ്ട്. പുറമെ ഇതാ ഒരു ചെറിയ ജാളി വർക്കും അതുപോലെ സ്റ്റോൺ ക്ലാഡിങ്ങും ഒക്കെ വരുന്ന രീതിയിൽ എൻട്രി അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊന്നും അല്ല വീടിനകത്ത് ചെന്നുള്ള ഒരു അവസ്ഥ. അത് വ്യത്യസ്തമാണ്, അടിപൊളിയാണ്. ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഗാർഡനിലേക്കൊക്കെ നേരെ എൻട്രി ചെയ്യണമെങ്കിൽ ഇതാ ഇതിലൂടെ കയറി പോവാം. പണ്ടത്തെ ഒരു കിളിവാതിൽ പോലെ ഇതാ ഓൾഡ് പുരാതനമായ, ഇത് ഒറിജിനലാണ്, ഉണ്ടാക്കിയതല്ല, അദ്ദേഹം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്തതാണ്. അതുപോലെ ഇതൊരു ബൾബാണ് കേട്ടോ. അപ്പോൾ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗ് ഒക്കെ കോൺക്രീറ്റിലാട്ടോ ഈ ഒരു ഏരിയ. കാർ കയറുന്ന കയറ്റായതുകൊണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള ലാറ്ററൈറ്റ് സ്റ്റോൺ അല്ലെങ്കിൽ ചെങ്കല്ല് നേരെ പതിച്ചിട്ടാണ് ഈ കാണുന്ന ലാൻഡ്സ്കേപ്പിംഗ് മുറ്റം ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് വരാന്തയിലേക്ക് വരാം. ഒരു നീളത്തിലുള്ള വരാന്ത ഇവിടെ കാണാൻ പറ്റും. ഈ വരാന്തയിലുള്ള അട്രാക്ഷൻ ഈ കാണുന്ന ഒരു ഹാൻഡിൽ കാണാം. ഇതെല്ലാം വുഡിൽ തന്നെയാട്ടോ ചെയ്തിരിക്കുന്നത്. വീട്ടി ടോണാണ് ഇതിലേക്ക് കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 12 mm ഗ്ലാസ്, ടഫൺ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മേലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോറിഡോറിനെ കുറിച്ച് എനിക്കൊന്നും കൂടെ എടുത്തു പറയാൻ അകത്ത് കയറിയിട്ടായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് കയറുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ഫിനിഷ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിങ്ങിൽ. നമ്മളിങ്ങനെ അകത്തൊക്കെ കയറുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് വുഡൻ ഡോർ തന്നെയാണ്, സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കയറി കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഇരിപ്പിടം ഉണ്ടെങ്കിലും ഈ ഒരു കാണുന്ന പില്ലർ അല്ലെങ്കിൽ ഒരു തൂണിനെ ഡിസൈൻ ചെയ്തിരിക്കണ്ടില്ല. ഒരു മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആക്കി ഇതിനെ മാറ്റി ഇതിലേക്ക് സ്പെഷ്യൽ ലൈറ്റുകൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ക്ലാസിക് ലൈറ്റുകളാണ് കേട്ടോ അതൊക്കെ. അതുപോലെ ഈ കാണുന്ന പില്ലറിനെയും മനോഹരമാക്കി കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഐഡിയകളും കണ്ടില്ലേ. ഈ ലൈറ്റൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാൽ അദ്ദേഹം എന്താ വ്യത്യസ്ത കളറിൽ തന്നെ അത് എത്തിച്ചിരിക്കുകയാണ്. ഈ ലാസ്റ്റ് ഏരിയയിൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരാണ്ട് നിങ്ങൾക്ക്. ഈ ഏരിയയിൽ മൊത്തം ഐഡിയാസ് ആട്ടോ. ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ടെസ്റ്റ് ട്യൂബുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ടെസ്റ്റുകളാണല്ലോ. ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ട് തന്നെയാണ് ഓരോ വീടുകളും ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ റെഡ് കളർ. അതേപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്.
ഇത് വുഡ് തന്നെയാണ് കേട്ടോ, ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള വുഡിനെ അതുപോലെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓടിൻ്റെ കളർ യെല്ലോ, അതിലേക്ക് വന്നിരിക്കുന്ന പട്ടിക അല്ലെങ്കിൽ കൗക്കോല് എന്നൊക്കെ പറയുന്നത് നമ്മൾ ട്രസ് വർക്കുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിലാണ് ചെയ്തിരിക്കുന്നത്. മിക്സ് ചെയ്തിട്ടാണ് കളർ ടോണുകൾ ചെയ്തിട്ടുള്ളത്. ഒരു കളർഫുൾ വീടാകുമ്പോൾ ഒരു കളർഫുൾ ഐഡിയാസ് വേണമല്ലോ, ആ രീതിയിൽ തന്നെയാണ് ഫാനുകളുടെ കളർ വരെ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോറിഡോറിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടാട്ടോ അത്. നല്ല കാറ്റും കിട്ടും, അതുപോലെ പ്രൈവസി ഉണ്ട്. ഇവിടെ ഈ ഗ്ലാസ് ടോപ്പ് ആട്ടോ ഇതിന് സിറ്റിങ്ങിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇരിക്കാനുള്ള ഒരു ഏരിയ അല്ല, ആക്ച്വലി ഇതൊരു ചപ്പൽ റാക്ക്, നമുക്ക് ഷൂ റാക്ക് എന്നൊക്കെ പറയില്ല, അത് ഒരു സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. നമുക്ക് സാധാരണ ഷെൽഫുകൾ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത്, പക്ഷേ വെൻറ്റിലേഷന് വേണ്ടി ഹോൾസ് താഴേക്കാണ് വരുന്നത്. നമുക്ക് ഡയറക്റ്റ് കാണാത്ത രീതിയിൽ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോഴേ ഇതിൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ ഞാൻ പറഞ്ഞു ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ടൈലാട്ടോ യൂസ് ചെയ്ത്, കോഡ്സ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കൂടി ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽ ആണ് ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ചെങ്കല്ലിൻ്റെ ഒരു ഫ്ലോറിങ്, ചെങ്കല്ലും ഇത് മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് ഈ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ഇവിടുന്ന് തുടങ്ങുകയാണ് അതിൻ്റെ വ്യത്യസ്തത. വീടിൻ്റെ ഒരു എക്സ്റ്റീരിയറിൽ ഒരു കൊളോണിയൽ ടച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കോളത്തിലും അതുപോലെ ഈ ഒരു ഏരിയയിലുള്ള ഡിസൈനിലാണ്. ഇതിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ആർച്ചുകളുടെ ഡിസൈൻ്റെ കൂടെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം മെറ്റൽ കൊണ്ടുള്ള പൈപ്പുകൾ. ഏറ്റവും കൂടുതൽ വെൻറ്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. നമുക്ക് പെട്ടെന്ന് വിൻഡോകളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കാം, എന്നാൽ എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള നെറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ള കാറ്റ് ഡയറക്റ്റ് വീടിനകത്തേക്ക് ഇതിലൂടെ സഞ്ചരിക്കുക. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെയൊക്കെ ഹൈഡ് ചെയ്തിട്ടുള്ളത്. വിൻഡോകളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വുഡിനെ ഇതാ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഐഡിയയിലുള്ള സിംഗിൾ വിൻഡോസ് ആണ് വരുന്നതെങ്കിൽ മെയിൻ ഡോർ കുറച്ചുകൂടി കളർഫുൾ ആയിട്ടിരിക്കുകയാണ്. കളർഫുൾ ആയിട്ടുള്ള മെയിൻ ഡോർ. ഇതിനകത്ത് വുഡാട്ടോ വന്നിരിക്കുന്നത്, വുഡ് പ്ലസ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അതും എച്ചിങ് ഡിസൈന് വരുന്ന ഗ്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്, പ്ലൈനിൽ ചാംഫർ ചെയ്ത ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ഐഡിയകൾ കൊടുത്തിട്ടുണ്ട്. ഇതും 4 കള്ളിയായിട്ടാണ്, സാധാരണ നമ്മൾ കാണുന്ന ഐഡിയയിലല്ല 4 കള്ളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കളർഫുൾ ആണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ അകത്ത് എത്തിയിട്ടുള്ളത്. കാരണം വലിയൊരു ഹാള് കാണാം. ഈ ഒരു വലിയ ഹാൾ സ്പേസിലാണ് ഇതിൻ്റെ ഐഡിയാസ് നിരന്ന് കിടക്കുന്നത്. ആരിസ്ക അവിടെ ഉണ്ട്. ആരിസ്ക നമസ്കാരം. നമ്മൾ ഈ വീട് കാണാൻ വരിക എന്ന് പറഞ്ഞപ്പോൾ ഇത്രക്ക് അട്രാക്ഷൻ, നമ്മൾ ഏത് വീടാണെങ്കിലും അവർ പോലും നമ്മളെ വ്യൂസ് വരെ ഞെട്ടിയിരിക്കുകയാണ്. എത്ര വർഷം ഈ ഒരു മേഖലയിൽ? ഞാൻ 95 മുതലുണ്ട്, 30 വർഷമായി. 30 വർഷമായി. അപ്പോൾ ഒരുപാട് വീടുകൾ കണ്ടതാണ്, ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ആ ഒരു ഐഡിയ എന്നൊക്കെ വ്യത്യസ്തമാകണം നമ്മുടെ സ്വന്തം വീട് എന്ന് ആഗ്രഹിച്ചു അല്ലേ? വ്യത്യാസം അങ്ങനെ പറയത്തക്ക വ്യത്യാസങ്ങളില്ല. എല്ലാവർക്കും താല്പര്യമുള്ള കുറെ സാധനങ്ങൾ ഒരുമിച്ച് ചെയ്തു വെച്ചു എന്ന് മാത്രം. ഓക്കെ, അതാണ് ഇതിന്റെ ഈ വിശാലത. എല്ലാവർക്കും ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് പോകും അല്ലേ? നമുക്കൊരു മൈൻഡ് ഒരു ടൈറ്റായി നിൽക്കാതെ ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കാൻ പറ്റും. വീട്ടിനകത്ത് വന്നാൽ ആർക്കും ഒന്ന് ഏതൊരു ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നണം, സമാധാനം തോന്നണം. അതന്നെ സമാധാനത്തിന്റെ കളറുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ എനിക്ക് എടുത്ത് പറയേണ്ട, ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിൽ നിന്നാണെന്ന് തോന്നുന്നു. കാരണം ഏതൊരു വീട്ടിൽ പോയാലും ഒരു സ്റ്റെയർ ഏരിയ ആണ് കേട്ടോ, അത് എന്തോ അതൊരു കെട്ടിപ്പൂട്ടി വെച്ചതുപോലെ തോന്നും. ഏറ്റവും ഫ്രീ ആയിട്ടുള്ള സ്റ്റെയർ അല്ലേ? ഇതിനകത്ത് എല്ലാ മെറ്റീരിയലും കൊന്നിരിക്കുക. ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മൾ സ്റ്റെയറുകൾ ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കോ അതെല്ലാം അതിനകത്തുണ്ട്. നമുക്ക് ഓരോന്നും നോക്കിയാലോ. ഫസ്റ്റ് എന്താ കൊടുത്തത്? അത് മരാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ആണെങ്കിൽ അത് ബ്ലാക്ക് ഗ്രാനൈറ്റ്, പിന്നെ കോൺക്രീറ്റ് പോളിഷ് ചെയ്തതാ. നല്ല ഫിനിഷ് ആണ്. ജയ്സൽമാർ, അതേപോലെ വൈറ്റ്, പിന്നെ വൈറ്റ് മാർബിൾ, വീണ്ടും കോൺക്രീറ്റ്, പിന്നെ ചെങ്കല്ലാണ്, സോളിഡ് ചെങ്കല്ല് വന്നിരിക്കുകയാണ്. ഇത് ഗ്രീൻ മാർബിൾ, അതുപോലെ ഇത് കോൺക്രീറ്റ്. ഇത് ഗ്ലാസ് ആണോ? ഇത് ഫുള്ള് ഗ്ലാസ് ആണ്. ഗ്ലാസ് ഒട്ടിച്ചു വെച്ച 25 ഗ്ലാസ് ഇങ്ങനെ വെച്ചതാണ് അല്ലേ? അല്ലാതെ ഒരു ബോക്സ് ചെയ്ത് എത്ര ഹെവി കൊടുക്കാം? ഒരു പ്രശ്നമില്ല. വീണ്ടും പിങ്ക് മാർബിള്, കോൺക്രീറ്റ് ഫിനിഷ്, പ്ലൈവുഡ് ആണ്, കമ്പി. ഇതിങ്ങനെ കൊടുത്തു. ഇത് ആരും ഒരിക്കലും ഒരു വീട്ടിൽ ഈ ഒരു ഐഡിയ കൊണ്ടുവരുന്ന എനിക്ക് തോന്നില്ല. പക്ഷെ ഇവിടുത്തെ ഈ കളർ കോമ്പിനേഷനിലേക്ക് വന്നപ്പോൾ അത് ഭംഗിയായി. പിന്നെ മാത്രമല്ല നല്ല ഗ്രിപ്പ് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുകയാണ്. അപ്പൊ ഓരോ സ്റ്റെപ്പിനും ഓരോ അനുഭവം, ഓരോന്നിൽ കയറുമ്പോഴും നമുക്ക് ഓരോ ഫീലാണ് കിട്ടുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മളൊരു വീടിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവിടെ സ്റ്റെപ്പ് വുഡിലാണ്, അത് നല്ലൊരു ഫീൽ ആയിരിക്കും എന്ന് പറയാം. പക്ഷെ
ഓരോ ഫീലാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ ഒരു മെറ്റീരിയൽ എന്താണ്? ടെക്സ്ചർ വർക്ക് തന്നെയാണ് അല്ലേ? ഒരു ക്ലാസിക്കൽ ടച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ വീടിന്റെ ഇനി ഏത് ഭാഗത്തു നിന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ല. എന്നാൽ ഈ ഒരു ഹാളിൽ നിന്നിട്ട് നമുക്ക് ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ 8.4 GVT 8.4 ഫുൾ ബോഡിയാണ്. അത് മാറ്റ് അതല്ലെങ്കിൽ സാറ്റിൻ സെമി മാറ്റ് ആണ് യൂസ് ചെയ്ത്. നമ്മൾ നിൽക്കുന്ന ഈ ഹാൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫ്ലോർ പറഞ്ഞു, സീലിംഗിൽ ജിപ്സം വർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കോൺക്രീറ്റിൽ ഡയറക്റ്റ് ഈ ഒരു ലൈൻ മാത്രമാണോ നിങ്ങൾ ആഡ് ചെയ്ത്? ജിപ്സത്തിന്റെ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പോ ആദ്യം ഞാൻ പുറത്തുനിന്ന് നല്ല വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ഏരിയ കൊടുക്കുന്നു പറഞ്ഞു. അതുപോലെ ഫുള്ള് എയർ എപ്പോഴും പാസ് ചെയ്യും. അത് മാത്രമല്ല കുറച്ച് ഗ്രീൻ നെറ്റുകൾ അവിടെയും കാണുന്നുണ്ട്, ഇവിടെയൊക്കെ കാണുന്നുണ്ടല്ലോ. കൊണ്ട് ചെന്നാൽ കാണാം. ഹാൻഡ് റെയിൽ ഇല്ല ഇവിടെ. ഹാൻഡ് റെയിൽ ഇല്ല. അപ്പർ ഹാളിലൊന്നും ഹാൻഡ് റെയിൽ ഇല്ല. വേറെ കംപ്ലീറ്റ് നെറ്റ് യൂസ് ചെയ്തിരിക്കുക. കുട്ടികൾക്ക് കളിക്കാൻ ചാടി ഫുൾ ഫ്രീഡം ആണ്. നമുക്ക് ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഡോർ കയറി ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഒരു സിറ്റിംഗ് ഉണ്ട് അല്ലേ? ഒരു റിക്ലൈനർ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രിക് ആണ്. ഇതിവിടെ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. DB കവർ ചെയ്തിരിക്കുകയാണ് വുഡൻ കൊണ്ട് അല്ലേ? ഒരു ബുക്ക് ഷെൽഫ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് കൺസോൾ യൂണിറ്റ് കാണുന്നുണ്ട്. ടിവിക്ക് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യല്ല. അല്ല, ടി വി വേറെ തന്നെ ഉണ്ട്. ഇതിന്റെ ഗ്രൂ ഡിസൈൻ ഒക്കെ നിങ്ങൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തതല്ലേ അല്ലേ? നമുക്ക് ലിവിംഗ് ഒന്ന് കണ്ടാലോ? ഇതിലിങ്ങനെ പോകുമ്പോ ഒരു വലിയ സ്റ്റെപ്പ് ഇല്ലേ? അങ്ങോട്ട് ആകാശത്തേക്കാണോ? ആകാശത്തേക്കുള്ള ഒരു സ്റ്റെപ്പ് കാണാം. ഉയർച്ചയിലാണ് എല്ലാം ഉയർച്ചയിലാണ്. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതാ മനോഹരമായൊരു ലിവിങ്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ കളർ സ്കീമാണ് കേട്ടോ. കളർ സ്കീമാണ്. ഒലീവ് ടച്ച് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയേണ്ടത് ഈ സാധാരണ നമ്മൾ അവിടെ കണ്ട ടൈലിന്റെ ഇടയ്ക്ക് എങ്ങനെ ഈ കാണുന്ന ഐഡിയകൾ കെയർ ചെയ്യുന്നുള്ളതാണ്. അത് ഈ ടൈല് സെപ്പറേറ്റ് ടൈലാണ്. അത് നമ്മൾ നിലവിൽ വിരിച്ചതിന്റെ ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് ആ ടൈൽ ഇറക്കി ഗമ്മിൽ കുറച്ച് വർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തു വരുമെന്ന് പറഞ്ഞു. അതെ. പക്ഷെ നമ്മൾ ആവശ്യം പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിക്കാം. അത് ഓപ്പൺ ഏരിയയിലായിരിക്കും ചെയ്യണം. ചെയ്യുന്ന ഭാഗം നമ്മൾ കാണും വേണം. സോഫന്റെ അടിക്കോ പോയത്. അത് മാത്രമല്ല ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് പിന്നീട് കാർപ്പറ്റ് കൊണ്ടുവന്നിട്ട് അതൊക്കെ പകരമാണ്. അതാ പകരാണ് ആ ഡിസൈൻ. ഈ ഒരു വാള് എടുത്ത് പറയണം കേട്ടോ. കാരണം ഇത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇത് വുഡൻ വർക്ക് ആണെന്നൊക്കെ തോന്നിപ്പോകും. ഇതിനകത്ത് എന്ത് മെറ്റീരിയൽ വന്നു? ജിപ്സം ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വാൾപേപ്പറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു വാളിന്. അതുപോലെ ഈ ഒരു ആർച്ച് സാധാരണ കാണുന്ന ആർച്ച് പോലെ അല്ല കേട്ടോ. കുറച്ചൊരു അറബിക് ടച്ച് വന്നിട്ടുണ്ട് അതിനകത്ത്. അതുപോലെ ഒരു ലൈറ്റ്, അതുപോലെ ക്ലോക്ക് എല്ലാം വരുന്നുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പീസ് ആയിട്ടാണ് ഇവിടെ വലിയ സോഫ കൊടുത്തത്. സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു ഐഡിയ ചെയ്യാൻ കാരണം വെച്ചാല് 2 പേർക്ക് സെപ്പറേറ്റ് ഇരിക്കാം. 2 പേർക്ക് ആമുണ്ട്. പിന്നെ നമുക്ക് ക്ലീനിങ്ങും മറ്റൊക്കെ പ്രയാസമില്ല. ഏതൊരു ആൾക്കും പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. മൂവ് ചെയ്യാനുള്ള എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തതാണ്. മെറ്റൽ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ലെഗ് കൊടുത്തതാണ്. സിമ്പിൾ ടേബിളുകളാണ് അല്ലേ? ഇവിടെ ലൈറ്റുകളും സിമ്പിൾ തന്നെയാണല്ലോ, ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന രീതിയിൽ അല്ലേ? ഇനിയിപ്പോ ഇവിടെ ലിവിങ്ങിന് ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൈവസി ആയിട്ടോ. ഇവിടെ ഒരു വാഷിംഗ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഇത് മെറ്റൽ കോട്ടിംഗ് ആണ്. മെറ്റൽ കോട്ടിംഗ്. ഓക്കെ, അതാ ഈ ഒരു കാണുന്ന വിശാലമായിട്ടുള്ള ലിവിംഗ് ഇങ്ങനെയും കയറാം ഡൈനിങ്ങിലേക്ക് കേട്ടോ. നേരെ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ്. എല്ലാവരെയും കണ്ണ് ഇങ്ങോട്ടായിരിക്കും ഉടക്കിയിട്ടുണ്ടാവും അല്ലേ? കംപ്ലീറ്റ് ഇതിനകത്താട്ടോ ചിത്രം വരച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ പോട്ടുകള് കളിമൺ പൊട്ട് വരച്ചെടുത്തതാണ് അല്ലേ? ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു നീഷ് വരച്ചത് ഡിസൈൻ ആട്ടോ. പിന്നെ ഇതിനകത്ത് വുഡൻ ഫ്രെയിം ആട്ടോ വന്ന. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവം ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലേ? ഇതിനകത്ത് ചെതല് വന്ന മരം വീടിനകത്ത് വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പലരും ഒഴിവാക്കുകയാണ്. പക്ഷെ നമ്മൾ ആ ഒരു മുൻപുള്ള ആ ഒരു എന്താ പറയാ അത് കിട്ടും ഇതിനകത്ത് കിട്ടും. ഈ ടേബിൾ ടോപ്പ് എന്താണ് കൊടുത്തിരിക്കുന്നത്? കോട്സ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മെറ്റലിൽ PVD കോട്ട് ചെയ്തിട്ടുള്ള ലെഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ ചെയർസ് കൊടുത്തു അല്ലേ? പിന്നെ ഇത് എയർ പാസിംഗ് സൗകര്യം. കിച്ചണിനൊക്കെ നമുക്ക് കിച്ചണിൽ നിന്ന് ഞാൻ ലിവിങ്ങിൽ ആര് വരുന്നു പോകുന്നു. പക്ഷേ ഒരു മെറ്റൽ ഗ്രില്ല്. അത് മാത്രമല്ല, കർട്ടന്റെ ഉദ്ദേശം എയർ പാസിംഗ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എയർ മാക്സിമം ഹൈറ്റിൽ ഫുൾ ഹൈറ്റ് എത്തിക്കാൻ പറ്റും. ടേബിളുകളും സെയിം അട്രാക്റ്റീവ് ആയ കളറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ലൈറ്റ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, ഈ സ്റ്റെപ്പില് ലൈറ്റ് കുറവുള്ളത് കൊണ്ട് നികത്തിയതാണോ? അല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് സത്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് രാത്രി
ഈ ആംബിയൻസ് അല്ല, ഈ ഒരു ലൈറ്റ് മതി ഈ മൊത്തത്തിൽ ഏരിയക്ക് മൊത്തം കിട്ടാൻ ഈ ഒരൊറ്റ ലൈറ്റ് മതി. കിച്ചണിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് ഇവിടുത്തെ കിച്ചണ്. ഓരോ ഏരിയ, കുറെ ഏരിയകൾ ഉണ്ടല്ലോ കിച്ചണ്. ഇവിടെ ഒരു സ്പേസ്, ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും പാസേജും കൂടിയാണ്. ഇത് ഫോൾഡബിൾ ആയിരിക്കും, ഫോൾഡബിൾ ആണ്. ഒരു ക്രോക്കറി യൂണിറ്റ് മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ലാമിനേറ്റ്സ് തന്നെയാണ് അല്ലേ? മൈക്ക ലാമിനേറ്റ്, ഗ്ലാസ് മൈക്കയാണ്. അത് അതിൻ്റെ ഒരു ഫിനിഷ് ഭംഗിയായിട്ടുണ്ട്. ഈ കിച്ചൺ 2 പോർഷൻ ആയിട്ടാണ് ഇവിടെയുള്ള കിച്ചൺ. ഇതാണ് മെയിൻ കിച്ചൺ ആയിട്ട് അല്ലെങ്കിൽ വർക്ക് ഏരിയ ആയിട്ട്. സ്റ്റോറേജ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഉദ്ദേശിച്ചോ. കൗണ്ടർ ടോപ്പ് നല്ല മനോഹരമായിട്ട് കോഡ്സ് പോലെയാണ്, ടൈലാണ് യൂസ് ചെയ്തത്. ഇവിടെ വരുമ്പോൾ വേറൊരു ഡിഫറെന്റ് ടൈല് വന്നിട്ടുണ്ട് അല്ലേ? നേരത്തെ അപ്പുറത്ത് കൊടുത്ത അതേ വുഡൻ ഐഡിയ ഇവിടെ കൊടുത്ത്. ഓക്കെ, കിച്ചണിന്ന് അപ്പുറം നമുക്ക് കാണുന്ന രീതി നേരത്തെ കാണിച്ചിരുന്നു നമ്മൾ. അതേ ഒരു ആംബിയൻസ് നമുക്ക് അപ്പുറം വരെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ കിച്ചണിന്ന് കാണാൻ പറ്റും. അതുപോലെ വെന്റിലേഷനും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ താഴെയുള്ള ഡോറുകൾ എന്താ കൊടുത്തില്ലേ? ഡോറില്ല, കർട്ടനാണ്, നെറ്റ് കർട്ടൻ. നമുക്ക് എപ്പോഴും ഇങ്ങനെ തുറന്നടക്കേണ്ട ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റിനൊക്കെ ഇത് മതി. അങ്ങനെ ചെയ്യാം, സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം, അൺഫോൾഡ് ചെയ്യാം. ഇത്ര മതി. വെറുതെ കിച്ചണിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഡോറുകൾ വേണ്ട. ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ടൈൽ ഇതേ കളർ കോമ്പിനേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വില കുറഞ്ഞ കർട്ടൻ ഒക്കെ യൂസ് ചെയ്താൽ ഇതേ പർപ്പസ് തന്നെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അതുപോലെ ഇത് ഹെവി നമുക്ക് വെയിറ്റ് ഇടാൻ പ്രശ്നമൊന്നുമില്ല. ഇത് കോൺക്രീറ്റ് സ്ലാബ് തന്നെയാണ്. ഇനി ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ പക്ഷേ ഇതൊരു വിശാലമായിട്ടുള്ള ഒരു കുറച്ചും കൂടെ എന്താ പറയുക മോഡേൺ സ്റ്റൈലിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ലാമിനേറ്റ്സും ഗ്ലാസ് ലാമിനേറ്റ്സും അല്ലേ? ഇതും ഇതിനകത്ത് ടോൾ യൂണിറ്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലേ? ടോൾ യൂണിറ്റ് ആണ് കേട്ടോ. അത് ഈ കാണുന്നത് മേലെ ഒരു ഷെൽഫുണ്ട്. പിന്നെ അതേ കളറിലേക്ക് സദാ സമയം എയർ പാസ് ചെയ്യാവുന്ന രൂപത്തിൽ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ആണ്. നെറ്റ് ആവശ്യത്തിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തുറക്കാനും പറ്റും. കളർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ തീമിലേക്ക് ഗ്രീൻ കളറിലേക്ക് കൊണ്ടുവന്ന കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു ഐഡിയ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവമാണ് കിച്ചണിൽ. ഇനി ഈ ഒരു കിച്ചണിലേക്ക് കയറുകയാണെങ്കിൽ വലിയ ഫ്രിഡ്ജ് ഈ ഭാഗത്താണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് നീളത്തിലുള്ള ഒരു കിച്ചൺ ഇവിടെയാണ് നിൽക്കുന്നത്. കിച്ചണിന്റെ ഒരു പോർഷൻ അല്ലേ? ഇതാണ് മെയിൻ കിച്ചൺ. കുക്കിംഗ് കാര്യങ്ങളൊക്കെ എവിടെയാണോ നടക്കുക. അപ്പോൾ അതിന് വേണ്ട വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. വലിയ ജനലുകളാണ് കൊടുത്തിട്ടുള്ള. മുകളില് കബോർഡ്സ് മുകളിലൊന്നുമില്ല, താഴെ മാത്രം. അത്രയും ഏരിയ വരുന്നത്. ഉപയോഗിക്കാൻ എളുപ്പം താഴെയാണ്. അപ്പോ കൈ എത്താത്ത പ്രശ്നം. യൂണിറ്റുകളൊന്നും മേലില്ല അല്ലേ? എല്ലാ ലാമിനേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോർസ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ടച്ച് ഇല്ല. പിന്നെ എവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ കാണുന്ന സിങ്ക് അല്ല ഇവിടെ കാണുന്നത്. കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ സിങ്ക് ആണ്. അതുപോലെ അടുപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ചിമ്മിനിയാണ് മറ്റൊരു അത്ഭുതം. നീളത്തിലുള്ള ഒരു ചിമ്മിനി. എത്ര മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് മാക്സിമം വെന്റിലേഷൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. എയർ നല്ല പാസ് ചെയ്യാം. നമ്മൾ സാധാരണ നമ്മള് ഹോബും ഹുഡൊക്കെ കൊടുത്ത് ചെയ്യാറാണ്. ഇത് ഹുഡ് മാത്രമല്ല, ഹോബ് നമ്മളെ സംബന്ധിച്ച് ഹോബും ഹുഡ് രണ്ടും കൂടി വേണ്ട. അടുപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കി നല്ല പവറുള്ള എക്സോസ്റ്റ് കൊടുത്താൽ നേരെ ചിമ്മിണി വലിച്ചെടുത്തോളും. കാരണം അത്രയും വലുപ്പമുണ്ട് അതിന്റെ ഒരു ഇതിന്. ഇവിടെയുള്ള ടൈലുകളൊക്കെ അട്രാക്റ്റീവ് തന്നെയാണ്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആട്ടോ വീട്ടില്. ഞാൻ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. ക്രോക്കറിയുടെ മറ്റൊരു ഭാഗം പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിന് ആർച്ച് ഡിസൈൻ മാച്ച് ചെയ്തിട്ടുണ്ട്, കളർ മാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ ഹൈ ഡീറ്റെയിൽ. ഒരു ഡിസൈനർ വന്നാൽ ചിലപ്പോൾ അയാൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ കിച്ചൺ. ഏറ്റവും പ്രധാനമായിട്ട് മാക്സിമം വെന്റിലേഷൻ, മാക്സിമം ഈസിനെസ്, നീറ്റായിട്ട് കീപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതൊക്കെയാണ് ഇവിടെയുള്ള ഹൈലൈറ്റ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണ് കാണുന്നത് കേട്ടോ. അത് സിമ്പിൾ ആയിട്ടില്ല. ഹെഡ് ബോർഡിൽ എന്തോ ഒരു വർക്ക് വന്നിട്ടുണ്ട്. വാൾപേപ്പർ ആണ് അല്ലേ? കുറച്ചുകൂടി നല്ലൊരു ഐഡിയ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെ ഫാമിലി റൂം തന്നെയാണ് ഇതും. ഒരു ചെറിയ കുട്ടിയുണ്ട്, കുട്ടിക്കുള്ള സെപ്പറേറ്റ് റൂം തന്നെയാണ് കേട്ടോ. ആ ഒരു ഏരിയ അല്ലേ, ഒരു ബെഡ്. പക്ഷെ ഈ ഒരു ഭാഗം ഇത് ഒരു പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫോൾഡിംഗ് ബെഡാണ് ഇത്. ഈ 2 ഹോളിന്റെ പിന്നിൽ എന്തോ രഹസ്യം ഉണ്ടല്ലോ, അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ റൂമിലെ അകത്തേക്കൊന്ന് കയറിയാലോ. ഇവിടെ കയറുമ്പോൾ ഒരു പ്രൈവസി ഡോർ വരുന്നുണ്ട് അല്ലേ? എക്സ്ട്രാ ഡോർ. ഇതിങ്ങനെ അടച്ചിടാം. ഓക്കെ, ഇതിങ്ങനെ അടച്ചിടാം. ഓക്കെ, ഇത് അടച്ചിട്ടാലും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം.
യൂസ് ചെയ്യാം, കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ആംബിയൻസ് പറഞ്ഞാൽ ഒരു ബെഡ്റൂം ആംബിയൻസിൽ അപ്പുറം ഇതിൻ്റെ ബെഡിന് പ്രത്യേകത ഉണ്ട്, വാളിന് പ്രത്യേകത ഉണ്ട്, ഹെഡ് ബോർഡിൽ പ്രത്യേകത ഉണ്ട്, അതുപോലെ വാർഡ്രോബിലൊക്കെ ഓരോ പ്രത്യേകതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാം. എനിക്ക് ആദ്യം അറിയേണ്ടത് ആ ഹോളിന്റെ പിന്നിലെ രഹസ്യം ഇവിടെയാണല്ലേ? അത് ഇപ്പൊ രാത്രി ഇപ്പൊ ഒരു ശബ്ദം കേൾക്കുക, ഒരു ഡോർമൽ അരമുട്ടുന്ന കേൾക്കാൻ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കിളിവാതിലൂടെ നോക്കിയാൽ മെയിൻ ഡോർ വരെ നമുക്ക് കാണാൻ പറ്റൂലേ? ആ ഓക്കെ ഓക്കെ. ഓ, ഈ റൂമിൽ നിന്ന് നമുക്ക് അത്രയും ഈസി ആയിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിലോ ഡൈനിങ് ടേബിളിൽ ആരിക്കുന്നു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ, ലിവിംഗിൽ ആരും പോയോ. ഓക്കെ ഓക്കെ. എല്ലാം ഇവിടെ തന്നെ കാണാൻ പറ്റും. ഒരു ബെഡ്റൂമിനകത്തുനിന്ന് വിൻഡോ ഇല്ലാതെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഡിസൈനിന്റെ പിന്നിലുള്ള രഹസ്യം ഇവിടെ ഉള്ളത് ലാമിനേറ്റ്സ് തന്നെയാണോ? ഈ ലെതർ ഫിനിഷിൽ ലാമിനേറ്റ്സ് തന്നെയാണ്. ലെതർ ഫിനിഷ് ലാമിനേറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഹെഡ് ബോർഡിൽ ജിപ്സം ബോർഡ് കൊണ്ടാട്ടോ അതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ മോൾഡിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ബെഡിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ബെഡ് ഇലക്ട്രിക്കൽ ബെഡാണ്. ഇലക്ട്രിക്കൽ ബെഡാണ്. സെപ്പറേറ്റ് രണ്ട് സൈഡ് ആർക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് പൊക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പൊക്കി ഒരു സൈഡ് പൊക്കിയിട്ട് ഒന്ന് കാണിക്കും. ഇലക്ട്രിക്കൽ ബെഡിന്റെ വൺ സൈഡ് നമുക്ക് പൊക്കാം, ഇങ്ങനെ പൊക്കാം. ഇതും വേണമെങ്കിൽ സെപ്പറേറ്റ് അതും പൊന്തിക്കാം. അതുപോലെ കാലിന്റെ ഭാഗം പൊക്കാൻ പറ്റും, കാലിന്റെ ഭാഗം പൊക്കാം. ഇനി ഇത് അപ്പുറം മസാജ് ഉണ്ടോ? മസാജും ചെയ്യാം. ഒരു ഫുൾ ഓപ്ഷൻ ബെഡ്റൂം ആട്ടോ. പൊന്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീടിനകത്ത് നല്ല സ്പേസ് ഉണ്ട്. ഈ ഹാൾ ഏകദേശം എത്ര സൈസ് ഉണ്ടാവും? 20 അടിയോളം ലെങ്ത് വരുന്നുണ്ട്. 20 ഫീറ്റ് വരുന്നുണ്ട്. 16 അടി വീതി വരുന്നുണ്ട് അല്ലേ? ഇവിടെ എത്തുമ്പോൾ ആൾക്കാർക്ക് ഒന്ന് ക്ഷീണം വരികയാണെന്ന് പിടിക്കണമെങ്കിൽ ഹാൻഡ് റെയിൽ ഉണ്ട് കേട്ടോ. അതാണ് ഹാൻഡ് റെയിൽ. ഈ കമ്പി കൊണ്ട് ഡിസൈൻ ചെയ്താണ്, കളർഫുൾ ആണ്. അത് നേരെ മേലേക്ക് പോയിട്ടുണ്ട് അല്ലേ? ഫുൾ സൈസ് ആണ്. കാരണം ആ ഭാഗത്തുകൂടെ പാസേജ് വരുന്നുണ്ട്, അതിനും കൂടെ യൂസ്ഫുൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റ് കൊണ്ട് ഇവിടെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വാങ്ങി വെക്കുന്ന ഐറ്റം ആണ്. വലിയ പീസാണ് വരിക. നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ സൈസിനനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ഇതൊക്കെ ജിപ്സത്തിലാണ് നിങ്ങൾ മോൾഡിങ് ചെയ്ത്? എല്ലാം ജിപ്സത്തിലാണ് മോൾഡിങ് വർക്ക് ചെയ്തിരിക്കുന്നത്, കളർഫുൾ ആക്കിയിരിക്കുന്നത്. ഇപ്പൊ ഇത്ര ഡീറ്റെയിൽ വരുമ്പോ നമ്മൾ 3D ഒക്കെ ചെയ്യേണ്ടതിന് മനസ്സിൽ 3D നിൽക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ വീട് തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സാണ് അതിന്റെ 3D. ഹാൻഡ് റെയിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഹാൻഡ് റെയിൽ ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഇതെന്ത് ഹാൻഡ് റെയിൽ? സ്ക്രൂ ഫുൾ നെറ്റ് ബോൾട്ട് സിസ്റ്റം ആണ്. നെറ്റ് ബോൾട്ട് സിസ്റ്റത്തിലാണ് ഇതെല്ലാം. അയച്ചെടുക്കണ്ട. ഇനി ഒരു കുട്ടി മെനക്കെട്ട് ഇത് മൊത്തം അയച്ചാൽ ആവശ്യം ഒരുപാട് നെറ്റ് ബോൾട്ട്. ജാളി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ? താഴേക്ക് നേരെ കാണാൻ പറ്റും. ഓക്കെ. സ്റ്റെപ്പുകളെ കുറിച്ച് പറയാൻ മറന്നു. വുഡ് വരുന്നുണ്ട് കുറച്ച് ഏരിയയിൽ. ഇത് മുഴുവൻ പ്ലൈവുഡാ. പ്ലെയിലാണ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ചെറിയ കുട്ടികളൊക്കെ നേരെ സ്റ്റെപ്പ് ഒന്ന് കയറി ക്ഷീണിക്കണ്ട, നേരെ ഇവിടെ അതാണ് അതിന്റെ ഒരു ഐഡിയ. അപ്പൊ ആ രീതിയിലൊക്കെ വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ മേലെ കയറി. ഞാൻ ഒന്ന് പേടിച്ച് അതിൽ കയറാതിരുന്നതാണ്. അത് ഒരാൾക്ക് വെയിറ്റ് താങ്ങും, കിടക്കാം. ഒരു വീടിനകത്തുള്ള ഫസ്റ്റ് ഫ്ലോറിലാണ്. നമ്മൾ സാധാരണ വീട്ടിലൊന്നും പോയാൽ ഇത്ര റിലാക്സ്ഡ് ആവില്ല കേട്ടോ. കാരണം അതാ ഇവിടെ ബെഡുണ്ട്, കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനുള്ള സ്ഥലമുണ്ട്, സ്റ്റെപ്പ് ഇറങ്ങാം. ഇതിലേക്കൊന്ന് ഇറങ്ങി നോക്കണം എന്നുണ്ട്. ഇറങ്ങട്ടെ? പിടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും ഒരു ചെറിയ പേടിയുണ്ട്. അപ്പൊ കുട്ടികൾ നിന്ന് ചാടും അല്ലെ? ചാടി തെറിച്ച് ഇങ്ങനെ കളിക്കും. ഓക്കെ. അത്രക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഈ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ലൈറ്റിങ്, ആംബിയൻസ് എല്ലാം ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ? അതേപോലുള്ള സ്പേസുകൾ. ഇവിടെ ഒരു ബേ വിൻഡോ ആണ്. അത് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ബേ വിൻഡോ. കുറച്ച് പ്രായ കുട്ടികൾക്ക് ഇവിടെയാണ് ഇഷ്ടപ്പെടുക അല്ലെ? ഒരു ഏരിയയും വെറുതെ വിട്ടിട്ടില്ല, ഒരു ഡിസൈനും വേസ്റ്റ് ആക്കിയിട്ടില്ല. മാക്സിമം നമ്മളെ ഐഡിയകൾ ഇതൊന്നും നല്ല ഐഡിയ, എന്നാലും ഈ വീട്ടിൽ കൊള്ളിക്കാൻ പറ്റുന്ന ഐഡിയകൾ. ഇവിടെ എന്താ നമ്മളെ ബെഡ്റൂമിൽ ജനൽ തുറന്നാൽ കുട്ടിയൊക്കെ അവിടെ വന്ന് നിൽക്കാൻ പറ്റും. അതായത് ബെഡ്റൂമിന്റെ വിൻഡോ തന്നെയാണ് ആ രീതിയിൽ കൊടുത്തു. ഇത് ഈ ബെഡ്റൂമൊന്നും ഇങ്ങോട്ടേക്ക് ചാടാം, ഇങ്ങോട്ട് ചാടാം അല്ലെ? അത് ആ ബെഡ്റൂമൊന്നും കുട്ടിയൊക്കെ അങ്ങോട്ട് ചാടാം. 3 ബെഡ്റൂമൊന്നും പുറത്തേക്ക് കിടക്കാം.
ഡോർ ഇല്ലാതെ കിടക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കുട്ടികളുടെ റൂമാണ്, കുട്ടികളുടെ ഒരു ഏരിയയിലാണ് നമ്മളത്. വെറുതെ അല്ല കുട്ടികൾ പാർക്കിൽ പോകില്ല എന്ന് പറഞ്ഞാൽ, അത് പാർക്കിലേക്കാളും ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ ഈ ലാൻഡിങ്ങിൽ തന്നെ കുറേ ഏരിയക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് റോഡുകൾ. അതിൽ അവിടെ ഒരു സ്റ്റോറേജ് എക്സിറ്റ് കാണാം, പുറത്തേക്ക് കാണാം, പുറത്തേക്കുള്ള സ്റ്റെപ്പ് അവിടെ സ്റ്റോറേജും ഉണ്ട്. ഓരോ സ്റ്റെപ്പും ഒട്ടിക്കുക. ഓക്കെ, ഇതൊരു കോൺക്രീറ്റ് ഫിനിഷ് കോൺക്രീറ്റ് നിലവിലുള്ള മെയിൻ സ്ലാബ് ആണ്, ലാൻഡിംഗ് മെയിൻ സ്ലാബ് ആണ്. ഓക്കെ, അതിനെ പോളിഷ് ചെയ്തെടുത്തതാണ്. ഓക്കെ, ഇങ്ങോട്ട് കയറിയാണെങ്കിൽ ഗ്രിപ്പുള്ള ടൈലാണ് അല്ലേ? ഗ്രിപ്പുള്ള ടൈലിനെ കുട്ടികൾ കളിക്കുന്ന കുട്ടികളെ ഏരിയ കളിക്കാൻ വേണ്ടി സ്റ്റെയർ ഉണ്ട്, അവിടെ ഒരു കുട്ടിക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, എല്ലാ സംഭവം ഉണ്ട്. പക്ഷെ ഇതിന്റെ റൂഫിനെ കുറിച്ച് നമുക്ക് സ്റ്റീൽ സ്ട്രക്ചറും ടൈലാണ്, നമ്മൾ ഹുരിഡീസ് അല്ല, ടൈലാണ്. അതുപോലെ ഈ ലൈറ്റ് മണ്ണിന്റെ ലൈറ്റ് ആണ് നമ്മൾ കളർ ചെയ്തത്, കുട്ടികൾ കളർ ചെയ്തതാണ്. ഈ റൂം ആണെങ്കിലോ, ഈ റൂമിലേക്ക് ഒരു ബെഡ്റൂം തന്നെയാണ്. ഓക്കെ, കുട്ടികളുടെ ബെഡ്റൂം ആട്ടോ അത്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർ ഇങ്ങനെ കാണാം, അതിന്റെ മേലെ ഒരാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരു വാർഡ്രോബും ഉണ്ട് കേട്ടോ ഒരു ഏരിയയിൽ. ഇവിടെ വാളിൽ മിറർ റാൻഡായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഈ വാളിനെ ഒരു അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ. അതുപോലെ ദേദോ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ സ്കീമാണ് അല്ലേ ഇതിനകത്ത്? ഡാർക്ക് ഗ്രീൻ ആണ്, പിങ്കും അല്ല യെല്ലോ കളർ കോമ്പിനേഷൻ. കുട്ടികളെ ഒരു സ്കീമാണ്. അതുപോലെ ഇവിടെ ഒരു വാർഡ്രോബ് ഇവിടെയും വരുന്നുണ്ട് അല്ലേ? ഒന്നിലധികം കുട്ടികൾക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി മേലേക്ക് ഇനി പോവാം. ഇവിടെ വുഡൻ സ്റ്റെയർ ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഓ, ഇതൊരു റൂമാണോ? ഇതൊരു സ്പേസ് റൂമാണ്. ഇങ്ങോട്ടാണ് ബെഡ്റൂം വരുന്നത് അല്ലേ? ഇത് ഫ്ലോറിൽ വരുന്ന ബെഡ്റൂം. എല്ലാ രീതിയിലുള്ള റൂം ബെഡ് ഐഡിയകളും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് 1 സ്റ്റെപ്പ് കയറിയിട്ട് ബെഡ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല കേട്ടോ, കുട്ടികളാകുമ്പോൾ പല രീതിയിൽ ഇതിന് മിറർ ഇവിടെ വന്നു, വിൻഡോ വന്നു. ആ വോൾ അങ്ങനെ ഡിസൈൻ ചെയ്തതാണ് അല്ലേ? ഡിസൈൻ ചെയ്തതാണ്. പക്ഷെ ഇവിടുത്തെ വാർഡ്രോബിന്റെ ഡിസൈൻ വേറൊരു സ്റ്റൈലാണ് അല്ലേ? ഫ്ലൂട്ടഡ് പ്ലസ് മിക്സഡ് ഐഡിയ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പീച്ച് കളർ സ്കീമിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും ആ ഡിസൈനർ ടച്ച് ഉണ്ട് അല്ലേ? അതാണ് ഈ റൂം. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂം കാണാം. ഞെട്ടിപ്പോകുന്ന ഒരു ആംബിയൻസ്, കളർ സ്കീം വേറെ ലെവലാണ്. പക്ഷെ ഇവിടുത്തെ ലൈറ്റിംഗ് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ടിഫാനി കളറിന്റെ ആ കളർ അതിനകത്ത് ക്യാമറയിൽ കിട്ടുന്ന ഒരു ബ്ലൂ കളർ സ്കീമിലാണ് വരുന്നത് അല്ലേ? പീക്കോക്കിന്റെ ലൈറ്റ് പീക്കോക്ക് തന്നെയാണ് ഇവിടെ വരുന്നത്. ഫുൾ ഗ്ലാസ് ആണ്. അതിനെ മാക്സിമം ഭംഗിയാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വെന്റിലേഷൻ മാത്രമല്ലല്ലോ അല്ലേ, ലൈറ്റും കൂടെയാണ് ഇവിടുത്തെ ഒരു ഐഡിയ. ഇവിടെ നീഷ് ഇതേ സ്കീമിൽ ഇതൊരു വിൻഡോ തന്നെയാണ്, വിൻഡോ ആണ്. പക്ഷേ സൈഡിൽ ഈ വിൻഡോ ഒരു അട്രാക്റ്റീവ്. ഇത് ബാത്റൂമിലേക്കാണല്ലോ വിൻഡോ. എങ്ങനെ ബാത്റൂമിലേക്ക്? ഇപ്പോൾ നമ്മളെ വ്യൂവേഴ്സിന് ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇങ്ങനെ ഒരു ആവശ്യകത ഉണ്ടോ എന്ന്. അതൊന്ന് നമ്മളെ വ്യൂവേഴ്സിന്, ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ കർട്ടൻ പൊന്തിച്ചിട്ട് അവർക്ക് കുളിക്കുന്നത് കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുളിക്കുന്നത് കാണാം. വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും ക്ലോസ് ചെയ്യാം. എല്ലാ കുട്ടികളൊക്കെ കയറി കഴിഞ്ഞാൽ ഡോർ ലോക്ക് ആവണം. ലോക്കിന് എപ്പോഴും കംപ്ലൈന്റ് വരുന്നുണ്ട് പല വീടുകളിലും. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിലോ ഡോറിന്റെ ഈ ഗ്ലാസ് പൊന്തിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നൂല. നമുക്ക് അവരുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കാം. ഒന്നില്ലെങ്കിൽ ഗ്ലാസ് എടുത്ത് മാറ്റാനും വളരെ ഈസി ആയിട്ട് തന്നെ പറ്റും. ഡോർ കുത്തി പൊളിക്കണം. ഈ ടോയ്ലറ്റ് ഒന്ന് കാണാം. ഇതിനകത്ത് നല്ല ലൈറ്റ് ഉണ്ടല്ലോ, സ്കൈലൈറ്റ് ആണ്. അതിന് വേറെ വെന്റിലേഷൻ ഒന്നുമില്ല, റൂഫാണ് അല്ലേ? അപ്പൊ പകൽ സമയത്ത് ഇതിനകത്ത് ഫുൾ ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിലും വെളിച്ചുണ്ടാവും. ഓക്കെ, ആ രീതിയിലുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മിറർ ഉണ്ട്. ഇവിടെ വലിയ വാർഡ്രോബാണ്. ഒരു ഗ്ലാസ് വിത്ത് മൈക്ക് കളർ ഗ്ലാസ് അല്ല, പ്ലാനില ഗ്ലാസ് ആണ്. ഓക്കെ, ഇതാണ് നേരത്തെ പറഞ്ഞ ആ റൂമിലേക്കുള്ള ഡോർ കേട്ടോ. ഇതാണ് ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂം. ഓരോ ബെഡ്റൂം എത്രാമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇത് മനോഹരമായിട്ടുള്ള സ്കീമാണ്. ഇവിടെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വിൻഡോ, കാരണം വെച്ചാൽ ഈ ഹെഡ് ഇവിടെ വരുന്നതുകൊണ്ട് ഹെഡിന്റെ മേലെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന്. അതെ, അപ്പോൾ സാധാരണ വിൻഡോകളാണ് ആളുകൾക്ക് പേടിയാണ്, പിന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ സിറ്റുവേഷൻ. ഇവിടെ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഇവിടെ മറ്റൊരു വാർഡ്രോബ് ഐഡിയ. ഓരോ റൂമിൽ കൊടുത്തിരിക്കുന്ന വാർഡ്രോബിന്റെ സ്കീമും ഡിഫറെന്റ് ആണ്. മൈക്കും വാൾപേപ്പർ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അല്ലേ? ഇനി ഇവിടെ നമുക്ക് വിൻഡോ കാണാം. ഈ വീട്ടിനകത്ത് ആർക്കും ഇങ്ങനെ ഒളിച്ച് കിടക്കാൻ പറ്റും. സിറ്റ് ഔട്ടിൽ ഇപ്പൊ ഒരാൾ വന്നാൽ നമുക്ക് ഇവിടെ തന്നെ കാണാം, ഇവിടുന്ന് റൂമിൽ കാണാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് ഇതില് ഞാനൊന്ന് ഇതിനകത്ത് കൂടെ ഒന്ന് നോക്കട്ടെ. ഇതിലൂടെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ. ഡോർ കംപ്ലൈന്റ് ആണെന്നുള്ള പേടിയേ വേണ്ട. ഈ വീട് വ്യത്യസ്തമാണ്. ആരിസ്ക
കഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയില്ല, അദ്ദേഹത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയകൾ യൂസ് ചെയ്ത വീടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്നത് ആയിസ്കയുടെ സ്വന്തം വീടാണ്. ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ വെച്ചിട്ട് ആയിസ്ക വീട് ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്നോ? ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. കണ്ടോളി, നമുക്കിപ്പോൾ എന്താ കണ്ടിട്ട് ഇവിടുത്തെ ഐഡിയാസ് എല്ലാവരും ഉപയോഗപ്പെടുത്തട്ടെ. അതെ ഇൻഷാ അല്ലാഹ്. അടിപൊളി സൂപ്പർ വീട്. ഞാൻ ആയിസ്കയുടെ നമ്പർ കൊടുക്കും, ആൾക്കാർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.